നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി വന്നൊരു ചോദ്യം, അതോടെ ഉത്തരം കാണുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. 50 മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവെർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റുക എന്നാണ്. അപ്പം മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് എങ്ങനെ മാറ്റാം? നമ്മൾ സ്ക്വയർ എന്ന് വരുമ്പോൾ നമുക്കറിയാം, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിലുള്ള സംഖ്യകൾ തങ്ങളിൽ ഗുണിക്കുമ്പോഴാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടുന്നത്. അതായത് ഒരു പ്രതലത്തിൻ്റെ, ഒരു ചതുരത്തിൻ്റെയോ ദീർഘചതുരത്തിൻ്റെയൊക്കെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കാണുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ കിട്ടുന്നത്. അപ്പം മീറ്റർ സ്ക്വയറിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുന്നതെന്നാണ്. അപ്പം നമുക്കൊരു സ്ക്വയർ എടുക്കാം. ഒരു സ്ക്വയർ ഇതിന് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുണ്ട്. മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 1 ഗുണം 1 1 മീറ്റർ സ്ക്വയറാണ്. 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, അത് മീറ്റർ കൂടുമ്പോൾ മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്കതുപോലെ ഇതിനെ അങ്ങ് സെൻറ്റിമീറ്റർ ആക്കാം. 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര നമുക്കറിയാം, 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പം സെൻറ്റിമീറ്റർ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ഈ ഒന്നിന് പകരമാണ് ഇൻറ്റു 100 സെൻറ്റിമീറ്റർ സമം 100 ഗുണം 100 10,000 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അതിൻ്റെ സെൻറ്റിമീറ്ററിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പം 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം നമുക്കെടുക്കാം. 50 മീറ്റർ സ്ക്വയർ ആകുമ്പോഴോ, മീറ്റർ സ്ക്വയർ സമം 50 ഗുണം 10,000. ഈ 10,000ആണ് 1 മീറ്റർ ഗുണിക്കുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിലാകുമ്പോൾ 10,000. അപ്പോൾ 50ഉം 1 2 3 4 ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ വന്നു എന്നാണ് ഞാനിതിവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ 10,000 കൊണ്ട് കൂടിക്കണം. കാരണം എന്ന് വെച്ചാൽ, ഈ ക്രിയ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ ഈ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുന്നത് 100 ഗുണം 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം 1 മീറ്റർ സ്ക്വയർ 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ ബാക്കി എത്ര ആണെന്ന് വെച്ചാൽ 50 ആണെങ്കിൽ 50 ഗുണം 10,000. അപ്പം 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 100 ഗുണം 10,000 അങ്ങനെയുള്ള തരത്തിൽ വരും. അതുകൊണ്ട് എളുപ്പം ചെയ്യുന്നതിന് മീറ്റർ സ്ക്വയറിന് സെൻറ്റിമീറ്റർ സ്ക്വയർ വേണമെങ്കിൽ 10,000 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.